പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ ബുദ്ധദേവ് ഭട്ടചാര്യ അന്തരിച്ചു. മൃതദേഹം മെഡിക്കൽ പഠനത്തിനായി വിട്ടുകൊടുക്കും. വിയോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അനുശോചനം അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. CPIM കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ആ നിലക്ക് സഖാവ് ബുദ്ധദേവിൻ്റെ വിയോഗം വ്യക്തിപരമായ ഒരു നഷ്ടം കൂടിയാണ്. വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു ബുദ്ധദേവ് ഭട്ടചാര്യ. തെക്കൻ കൊൽക്കത്തയിലെ വസതിയിൽ രാവിലെ 8:20 അന്ത്യം. 2000-ൽ ജ്യോതി ബസു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതോടെയാണ് ബുദ്ധദേവ് ഭട്ടചാര്യ ആ സ്ഥാനത്തേക്കെത്തിയത്. 2011 വരെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തോടെയാണ് പാർട്ടിക്ക് ഭരണം നഷ്ടമാകുന്നത്. ബുദ്ധദേവിന്റെ അന്ത്യകർമ്മങ്ങൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു. മരണവാർത്ത ഞെട്ടിപ്പിക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എക്സിൽ കുറിച്ചു. ബുദ്ധദേവ് ഭട്ടചാര്യയുടെ വിയോഗം പാർട്ടിക്ക് വലിയ നഷ്ടമാണെന്നും മൃതദേഹം മെഡിക്കൽ പഠനത്തിനായി നൽകുമെന്നും CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, CPIM പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ അനുശോചിച്ചു. നാളെ രാവിലെ 10:30 കൊൽക്കത്തയിലെ പാർട്ടി ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയോടെ NRS ആശുപത്രിക്ക് പഠനത്തിനായി മൃതദേഹം വിട്ടു നൽകും. 24 ഡൽഹി.